ആ പ്രായമല്ലേ, കൈക്കൂലി വാങ്ങി ആകാശിന് കള്ളൊക്കെ കുടിച്ച് അതുകൊണ്ട് സകല പെണ്ണുങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങി പാപമംഗലമായിട്ടുള്ള ജീവിതമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഇതുപോലൊരു സുവിശേഷം കേൾക്കാനിടയായി. ദൈവത്തിന്റെ വെളിച്ചെന്നിലേക്ക് വന്നു. ഞാൻ യഹോവയുടെ വഴിയിലേക്ക് വന്നു. നമ്മുടെ ആള് തന്നെ. ഒന്നുമില്ല, അതുകൊണ്ട് സാറി കൊലക്കേസിൽ പെടുത്താന്ന് കരുതുകയും വേണ്ട. കൂട് വേണം, പിന്നെ ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പി വേണോ? അച്ഛൻ വാങ്ങിക്കൊണ്ടുവരാട്ടോ. പലത്തിലായിരുന്നല്ലോ പറഞ്ഞോ? അതേ ഉള്ളൂ, പൈലറ്റേ ഉള്ളൂ. അതെ, എപ്പോ വരും അറിയത്തില്ല. എങ്ങോട്ടാ ട്രിപ്പ്? പിള്ളേര്. എടാ, ഈ പെട്രോളിംഗ് എന്ന് പറയുന്നത് ക്രൈം ഉണ്ടാകാൻ നോക്കാനാണ്. അതിനാണ് നമ്മൾ ഈ വഴി കാണുന്നവന്മാരെയൊക്കെ ഓടിച്ചു വിടുന്നത്. അല്ലെങ്കിൽ ഈ 40,000 പോലീസുകാരെ കൊണ്ട് 3.5 കോടി ജനങ്ങളെ നിരക്കി നിർത്താൻ പറ്റും നിനക്ക് തോന്നണ്ടോ? ഞങ്ങളിനി പോകുന്നു. തന്റെ ഈ ഷോയ്ക്ക് വല്ല കോളനിയിലും പോയി കാണിച്ചാൽ മതി. നല്ല അന്തസ്സുള്ള തറവാടാ. ഇവിടെക്കാരൻ നിരക്കാൻ നിക്കല്ലേ. കോളനി അന്തസ്സുള്ള തറവാടൊക്കെ പോലീസിന് ഒരേപോലെ. അങ്ങനെയാണ് ഉണ്ടാകണ്ട. ഏർപ്പാടും കിടുതാപ്പൊക്കെയുണ്ട്. ഇതെവിടെയും പോയി കയറി കഴിഞ്ഞാൽ ജീവനെങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്കാം. ഒന്ന് പതുക്കി ഓടിക്കും. ഞങ്ങളെ കൂട്ടുകാരെ കൊന്നിട്ട് ചെറിയ അലമ്പുണ്ടാക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നവീൻ എന്ന് പറയുന്ന പയ്യന്റെ ഒരു വിവരം കിട്ടിയോ? സാർ, അവനവന്റെ കൂട്ടുകാരൻ അരുണിന്റെ കൂടെ പണിക്ക് പോയെന്ന് അവന്റെ അമ്മ. പേടി എനിക്ക് പറയണ്ട. എനിക്ക് അറ്റാക്കി വന്നാനേ.